എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. പെഡിക്യൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കാല് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് നോക്കിയേ, ഇന്ന് നമ്മുടെ പാർലറിൽ വന്നൊരു കസ്റ്റമറിൻ്റെ കാലാണിത്. ഒരുപാട് ടാനുണ്ട്, അതുപോലെ ഡ്രൈനസ് വന്ന് കാലിൻ്റെ സ്കിന്നെല്ലാം കട്ടി കൂടി അതെല്ലാം വിള്ളലുണ്ടായി, അതിലേക്ക് അഴുക്കുകളെല്ലാം കയറി ഒരുപാട് ഡാമേജഡ് ആയിരിക്കുന്ന സംഭവം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നെയിലെല്ലാം നല്ല കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യൂടെക്സ് എല്ലാം റിമൂവ് ചെയ്തു, ക്യൂട്ടിക്കിൾസ് എല്ലാം കട്ട് ചെയ്ത് നെയിലിൻ്റെ അകത്തുള്ള അഴുക്കളെല്ലാം മാറ്റി, അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ അതിൻ്റേതായ മരുന്നുകളെടുത്ത് ഒരു 15 മിനിറ്റ് നമ്മൾ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റാക്കിയതിന് ശേഷം ആ കാൽപാദം എടുത്ത് നമ്മൾ സ്ക്രബ്ബർ കൊണ്ട് നല്ലതുപോലെ ഉരച്ച് ആ ഡെഡ് സ്കിന്നിനെയും വിണ്ട് കീറിയിരിക്കുന്ന വിള്ളലിനെയും എല്ലാം മാറ്റി, അതിന് ശേഷം നമ്മളൊരു മസാജ് ക്രീം ഉപയോഗിച്ച് നല്ല രീതിയിൽ അങ്ങ് മസാജ് ചെയ്യണം. മസാജ് ചെയ്യുന്ന എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കാൽപാദത്തിൻ്റെ അടിക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കാനും അതേപോലെ ഷുഗർ പേഷ്യൻ്റൊക്കെ വളരെ പ്രയോജനപ്രദം ചെയ്യുന്ന ഒരു മസാജാണ് ഈ പെഡിക്യൂർ. അത് നമ്മുടെ കാൽപാദത്തിനടിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളതുപോലെ തന്നെ ബ്രെയിന്, കിഡ്നി, ലിവർ, പിന്നെ അതുപോലെ ഹാർട്ട്, ഇമാതിരിയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ പാദത്തിനടിക്കുണ്ട്. ഇത് മസാജ് ചെയ്യുമ്പോൾ ഇതിൽ കൂടെയെല്ലാം രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും എല്ലാം ചെയ്യും. അത് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. അതിനുശേഷം നമ്മൾ ഒരു പാക്ക് ഇടുന്നു. അതിനുശേഷം 15 മിനിറ്റ് വെച്ചതിന് ശേഷം ആ പാക്കിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ നോക്കി, ആ പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ കാൽപാദം നല്ല സുന്ദരമാകും. അതേപോലെ നോക്കി, നല്ല കുഞ്ഞുങ്ങളുടെ പാദം പോലെ ഇരിക്കുന്നു. ഇത് കാണുമ്പോൾ ഏത് കസ്റ്റമർക്കാണ് ഇഷ്ടപ്പെടാത്തത്? നമ്മുടെ കസ്റ്റമർ ഒത്തിരി ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി, നിങ്ങളും ഹാപ്പിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ